ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മേഘ തിരിച്ച് പ്രിയയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഏത് നിമിഷവും ബോംബ് പൊട്ടുന്നുള്ള ആ ഒരു അറിവോട് കൂടിയാണ് മേഘ വന്നിരിക്കുന്നത്. അവളിങ്ങനെ ഓരോ നിമിഷവും കാത്തു നിൽക്കുകയാണ്, ഇപ്പോൾ പൊട്ടും എന്നുള്ളൊരു രീതിയിൽ. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് വന്ന് നോക്കുന്ന സമയത്ത് വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. അപ്പോൾ മേഘ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്, കാരണം അവൾ ലോക്ക് ചെയ്തിട്ടാണല്ലോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുത്തശ്ശിയും മനോഹരൻ മാമനും കൂടെ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? ഞാൻ പറഞ്ഞതനുസരിക്കാതെ ചന്ദ്രികയുടെ എൻഗേജ്മെൻറ്റിൽ പോയിട്ടുണ്ടാവോ? ഏയ്, അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. എന്തായാലും എൻ്റെ വാക്ക് അവർ തട്ടിക്കളയില്ല. മറ്റെവിടേക്കെങ്കിലും പോയതായിരിക്കും എന്ന് മേഘ ആശ്വസിക്കുന്നുണ്ട്. അതേസമയം മനോഹരനും മുത്തശ്ശിയാണെങ്കിൽ ചന്ദ്രികയുടെ വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിച്ച് പല്ലൊക്കെ കുത്തി ഇരിക്കുകയാണ്. മതി, ഇനി മേഘ വരുന്നതിന് മുന്നേ തിരിച്ചു പോവാമെന്ന് മുത്തശ്ശി പറയുന്നപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, എന്തായാലും വെറും കൈയോടെ എങ്ങനെയാണ് പോവുക എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയ സമയത്ത് ഒരുപാട് ഫ്രൂട്ട്സൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് ചേച്ചി കാണണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഷർട്ടിൻ്റെ ഉള്ളിൽ ഒളിച്ച് വെക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് നാളികേരങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇത് കാണുന്നത്. അപ്പോൾ ചേച്ചി രാത്രി എന്തായാലും കഞ്ഞി ഉണ്ടാക്കുക, കഞ്ഞിയുടെ കൂടെ എന്തെങ്കിലും ചമ്മന്തി വേണമല്ലോ, അതുകൊണ്ട് ഇതിൽ നിന്നൊരു തേങ്ങ എടുക്കാമെന്ന് പറഞ്ഞിട്ട് തേങ്ങ എടുക്കുകയാണ്. അപ്പോൾ മേഘ വെച്ച ആ ഒരു ബോംബുള്ള തേങ്ങ തന്നെയാണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ അതായിരുന്നു കൂട്ടത്തിൽ വലിയ തേങ്ങ. അപ്പോൾ അതെടുത്തിട്ട് വലുതന്നെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് കുലുക്കി നോക്കുന്ന സമയത്ത് അതിൽ നിന്ന് വെള്ളത്തിൻ്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അതെന്ത് പറ്റി, ഇതിൽ വെള്ളമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ബാക്കി ഉണ്ടായിരുന്ന 4 തേങ്ങ കൂടി എടുത്ത് കുലുക്കി നോക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുലുങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ വെള്ളമുണ്ട്, ഇതിൽ മാത്രമാണോ വെള്ളം ഇല്ലാത്തതെന്ന് വിചാരിക്കും. പിന്നീട് സ്വയം ചിന്തിക്കുകയാണ്, ചിലപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ അകത്ത് നിറയെ വെള്ളം കാണും, അതുകൊണ്ടായിരിക്കും ശബ്ദം വരാത്തത്. എന്നിട്ട് എന്നാൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വെള്ളം തന്നെ കുടിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ തേങ്ങ തന്നെയാണ് എടുക്കുന്നത്. അങ്ങനെ അതും എടുത്തിട്ട് ചേച്ചിയുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാടാ തേങ്ങ എടുത്ത് വന്നിട്ടുള്ളത്? എന്തായാലും രാത്രി കഞ്ഞിയാണല്ലോ വെക്കുക, അപ്പോൾ അതിന് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ തേങ്ങ എടുത്തത്. അപ്പോൾ മുത്തശ്ശിയും വിചാരിക്കുകയാണ്, കുഴപ്പമില്ല, എങ്കിൽ രാത്രിയുള്ള കഞ്ഞിയുടെ കൂടെ ഒരു ചമ്മന്തിയെങ്കിലും ആയല്ലോ. ശരി ശരി, വാ പോകാം. മേഘ എത്തുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരും പോകുന്നത്. പക്ഷെ അതേസമയം മേഘ വീട്ടിനകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. മേഘ ജനൽ വഴി ആ വലിയ വീട്ടിലേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവളുടെ മനസ്സിൽ ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, ഏത് നിമിഷവും ബോംബ് പൊട്ടും, ചന്ദ്രികയുടെ വീട് മുഴുവനായി കത്തി അമർന്ന് വെറും തരിശു നിലമാവും, അത് ഞാൻ വീഡിയോ എടുത്ത് സൂക്ഷിച്ച് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് ക്യാമറ ഓണാക്കുവാണ്. ആ സമയത്താണ് പിന്നിൽ വന്നിട്ട് പ്രിയ പറയുന്നത്, അമ്മ. പ്രിയയെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ മേഘ ഫോൺ മാറ്റി വെക്കുകയാണ്. അപ്പോൾ മലറിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിക്കോട്ടെ അമ്മ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മേഘ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, മലറിൻ്റെ വീട്ടിൽ പോകാനോ? ഇനി കുറച്ചു നേരം കൊണ്ട് മലറിൻ്റെ വീട് തന്നെ ഉണ്ടാവില്ല. മേഘ ചെറിയൊരു അഹങ്കാരത്തോടെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് പ്രിയ ചോദിക്കുകയാണ്, അമ്മ എന്താ പറഞ്ഞത്? മലറിൻ്റെ വീട് ഉണ്ടാവില്ല എന്നോ? പെട്ടെന്ന് തൻ്റെ വായിൽ നിന്നും അബദ്ധം വന്നതാണെന്ന് മേഘയ്ക്ക് മനസ്സിലായപ്പോൾ അവൾ മാറ്റി പറയുകയാണ്, ഏയ് ഒന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ചെന്താന്ന് വെച്ചാൽ മലര് ബിസി ആയിരിക്കുമല്ലോ, ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ മോക്ക് അവളുടെ കൂടെ കളിക്കാൻ പറ്റില്ലല്ലോ. എന്താന്ന് വെച്ചാൽ മോക്ക് എക്സാം അല്ലേ, പോയിട്ട് ബുക്ക് എടുത്ത് പഠിക്ക്, പോ എന്ന് പറഞ്ഞിട്ട് പ്രിയയെ വേഗം പറഞ്ഞു വിടുകയാണ്. അമ്മ പറഞ്ഞതനുസരിച്ചിട്ട് പ്രിയ ആണെങ്കിൽ പോയിട്ട് ബുക്ക് എടുത്ത് പഠിക്കാനിരിക്കുന്നുണ്ട്. മേഘ വീണ്ടും തിരിഞ്ഞ് ജനലിൽ കൂടെ ചന്ദ്രികയുടെ വീട് തന്നെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്താണ് മേഘ കാണുന്നത്, സന്തോഷത്തോടു കൂടി ചിരിച്ച് ഉല്ലസിച്ച് കളിച്ചിട്ട് മുത്തശ്ശിയും അതുപോലെ മനോഹരനും അങ്ങോട്ടേക്ക് വരികയാണ്. മാത്രമല്ല രണ്ടുപേരുടെ മുഖത്ത് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. മനോഹരൻ്റെ കയ്യിലാണെങ്കിൽ ഒരു തേങ്ങയുണ്ട്. മനോഹരൻ ആ തേങ്ങ കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടാണ് വരുന്നത്. ഇതെന്താ ഞാൻ കാണുന്നത്? മുത്തശ്ശിയും മനോഹരൻ മാമനും ചന്ദ്രികയുടെ വീട്ടിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ എൻ്റെ സംസാരം വകവെക്കാതെ രണ്ടുപേരും അങ്ങോട്ട് പോയി അല്ലേ? എന്നേക്കാൾ വലുത് അവർക്ക് ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും വിവാഹ നിശ്ചയമായിരുന്നല്ലേ? ഇനി കുറച്ചു നേരം കൂടി അവിടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ രണ്ടുപേരും ഒന്നിച്ചിപ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തുമായിരുന്നു. ഇന്ന് രണ്ടിനെയും ഞാൻ എന്ന് പറഞ്ഞിട്ട് മേഘ ദേഷ്യത്തോടെ വരികയാണ്. മേഘ വന്നതറിയാതെ സന്തോഷത്തോടെ വന്നതായിരുന്നു രണ്ടുപേരും. നേരെ വന്ന് പെട്ടത് മേഘയുടെ മുന്നിൽ. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ രണ്ടാളും പെട്ട അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. മേഘ ഇപ്പം തന്നെ കൊല്ലും എന്നൊക്കെയുള്ള ഭയത്തിലാണ് രണ്ടുപേരും നിൽക്കുന്നത്. മുത്തശ്ശി ഇങ്ങനെ മനസ്സിൽ പിറുപിറുക്കാണ്, അയ്യോ ഇവൾ വന്നിട്ടുണ്ടായിരുന്നോ? ഞങ്ങൾ രണ്ടുപേരും ചന്ദ്രികയുടെ വീട്ടിലേക്ക് പോയതെന്ന് അറിഞ്ഞാൽ എന്തൊക്കെ ഇവളിപ്പോൾ കാട്ടിക്കൂട്ടാന്ന് അറിയില്ലല്ലോ ദൈവമേ. എന്താ മുത്തശ്ശി, രണ്ടുപേരും എങ്ങോട്ട് പോയിട്ട് വരുന്നതാ? മേഘ അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ ഭയത്തോടു കൂടിയാണ് മനോഹരൻ പറയുന്നത്, സിദ്ധാർത്ഥിൻ്റെയും ചന്ദ്രികയുടെയും എൻഗേജ്മെൻറ്റിന് പോയിട്ട് വരികയാണ് മേഘ. ഞാൻ വേണ്ട എന്ന് പറഞ്ഞതാണ്, പക്ഷെ ചേച്ചിയാണ് എന്നെയും കൂട്ടിയിട്ട് പോയത്. എടാ ദുഷ്ടാ മേഘ, ഇവനാണ് എന്നെ കൂട്ടിക്കൊണ്ട് പോയത്, മുത്തശ്ശിയും വിട്ടുകൊടുക്കുന്നില്ല. ഡാ, നീ രക്ഷപ്പെട്ടിട്ട് എന്നെ ഒറ്റ കൊടുക്കുന്നോ?
മനോഹരനിട്ടൊരു തല്ല് കൊടുത്തിട്ടാണ് ചേച്ചി ചോദിക്കുന്നത്. അപ്പോഴും മനോഹരൻ വീണ്ടും പറയാണ്, സത്യമാണ് മേഘ, ഞാൻ പോവണ്ടെന്ന് പറഞ്ഞതാണ്. ഇവർ തമ്മിലുള്ള സംസാരമൊക്കെ കേട്ടുകൊണ്ടാണ് പ്രിയ ഇരിക്കുന്നത്. അതിനിടയിൽ പ്രിയ മെല്ലെ അമ്മയുടെ കണ്ണ് വെട്ടിച്ച് പുസ്തകം അവിടെ മാറ്റി വെച്ചിട്ട് വേഗം മലറിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പം മനോഹരൻ നിഷ്കളങ്ക ഭാവത്തിൽ പറയുന്നുണ്ട്, മേഘ ഞാൻ പോവണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞത്, വാ മേഘ പുറത്തു പോയിരിക്കുക, നമുക്ക് രണ്ടുപേർക്കും ചന്ദ്രികയുടെ വീട്ടിൽ പോയിട്ട് നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞത്. എടാ ദുഷ്ടാ, ചേച്ചി ഇങ്ങനെ മനോഹരനെ നോക്കി പല്ല് കടിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ടിരിക്കുമ്പോൾ മേഘ പറയുന്നുണ്ട്, മതി നിർത്ത്, രണ്ടുപേരും വെറുതെ അഭിനയിക്കാൻ നിൽക്കണ്ട, രണ്ടുപേരും ചമ്മി നിൽക്കുകയാണ്. ഞാൻ ഇത്രയ്ക്കും പറഞ്ഞിട്ടും നിങ്ങൾ രണ്ടുപേരും അവിടെ പോയിട്ടാണ് വന്നത് അല്ലേ? ഞാൻ ഇത്രയധികം പറഞ്ഞിട്ടും എൻ്റെ വാക്കിന് നിങ്ങൾ രണ്ടുപേരും ഒരു വില പോലും കൽപ്പിച്ചില്ല അല്ലേ? നിങ്ങളെ രണ്ടുപേരെയും ഞാൻ എന്ന് പറഞ്ഞിട്ട് മേഘ കൈവീശിയപ്പോഴേക്കും മനോഹരൻ പറയുന്നുണ്ട്, മേഘ 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 അടിക്കല്ലേ മോളെ, പ്ലീസ് മോളെ. അപ്പോൾ മേഘ രണ്ടുപേരെയും മാറി മാറി നോക്കുവാണ്. മുത്തശ്ശാണെങ്കിൽ മേഘ ഇപ്പം തല്ലുന്ന് കരുതിയിട്ട് പേടിച്ച് നിൽക്കുമായിരുന്നു. അപ്പം മനോഹരൻ പറയാണ്, മേഘ മനോഹരൻ മാമ മോക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നതെന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന തേങ്ങ കാണിച്ചു കൊടുത്തതും മേഘ ശരിക്കും ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. ഇന്നാ ഇത് പൊട്ടിച്ചിട്ട് മോൾ കഴിച്ചോ? അത് കേട്ടതും മേഘ ഇങ്ങനെ ഞെട്ടിയിട്ട് നോക്കി നിൽക്കുകയാണ്. അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അയ്യോ ഇത് ഞാൻ അവിടെ കൊണ്ടുവച്ച തേങ്ങയാണല്ലോ. മുത്തശ്ശിയും മേഘയോട് സന്തോഷത്തോടെ പറയുന്നുണ്ട്, ഇത് നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്നൊക്കെ. അപ്പം മേഘ ചിന്തിക്കുന്നത്, ദൈവമേ ഇതിലാണല്ലോ ടൈം ബോംബുള്ളത്. മേഘ കണ്ണ് വീഴ്ച നിൽക്കുന്നത് കണ്ടിട്ട് രണ്ടുപേരും അവളെ നോക്കുകയാണ്. അപ്പം മനോഹരൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ മേഘ തേങ്ങ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? മേഘ വേഗം തന്നെ ആ തേങ്ങ പിടിച്ച് വാങ്ങിക്കുകയാണ്. ഇതാണ് ഏറ്റവും വലിയ തേങ്ങ ആ കൂട്ടത്തിൽ, അത് തന്നെ നോക്കിയിട്ടാണ് മാമൻ എടുത്തത് മോൾക്ക് വേണ്ടി. മേഘ വേഗം സംശയം ഒന്നുകൂടി ക്ലിയർ ചെയ്യാണ്. ആ തേങ്ങ എടുത്ത് ചെവിയുടെ അടുത്തേക്ക് വെച്ച സമയത്ത് അതിൽ നിന്നും ടൈം ബോംബിൻ്റെ ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. മേഘയുടെ കണ്ണ് ആകെ തുറന്നു പോയിരിക്കുകയാണ്. ഒരിക്കലും അവൾ ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, അവൾ കൊണ്ടുവച്ച തേങ്ങ തിരിച്ച് മനോഹരൻ എടുത്ത് വരും എന്നുള്ളത്. അപ്പോൾ ഇതൊന്നും അറിയാതെ മനോഹരൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്താ മേഘ തേങ്ങയുടെ ഉള്ളിൽ നിന്ന് വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ നോക്കുവാണോ? മേഘ മറുപടിയൊന്നും പറയാതെ ചിന്തിക്കുന്നുണ്ട്. ഏത് തേങ്ങയിലാണോ ബോംബ് വെച്ചത് അതേ തേങ്ങ നോക്കി എടുത്തിട്ട് വന്നല്ലോ, ഞാനിപ്പോൾ എന്താ ചെയ്യുക ദൈവമേ. മേഘ തേങ്ങയും കയ്യിൽ പിടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അല്പനേരം നിൽക്കുകയാണ്. അപ്പോൾ മനോഹരൻ ചോദിക്കുന്നുണ്ട്, മേഘ തേങ്ങ എങ്ങനെ പൊട്ടിക്കുന്നാണോ ആലോചിച്ച് നിൽക്കുന്നത്? ഇങ്ങത്താ മാമൻ പൊട്ടിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കത്തിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. മേഘയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പേടിച്ച് വിറച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം അതിനകത്ത് ബോംബാ ഉള്ളതെന്ന് അവൾക്കേ അറിയുള്ളൂ. മനോഹരൻ തേങ്ങ ഉടക്കാൻ വേണ്ടി വെട്ടുകത്തി തപ്പുവാണ്. ആ സമയത്ത് മേഘ ചോദിക്കുന്നുണ്ട്, അയ്യോ മാമ ഇത് എന്തിനാ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് വന്നത്? കൊണ്ടുപോയി ചന്ദ്രികയുടെ വീട്ടിൽ തന്നെ വെക്ക്. അതെങ്ങനെ മേഘ? മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അല്ല മേഘ, കഷ്ടപ്പെട്ട് നിനക്ക് വേണ്ടി എടുത്തു കൊണ്ടുവന്ന് ഈ തേങ്ങ വീണ്ടും അവിടെ തന്നെ കൊണ്ടുപോയി വെക്കാനാണോ നീ പറയുന്നത്? അയ്യോ ഈ തേങ്ങ ഇവിടെ ഉണ്ടാവാൻ പാടില്ല, ഇത് തിരിച്ചു കൊണ്ടുപോയി ചന്ദ്രികയുടെ വീട്ടിലേക്ക് തന്നെ വെച്ചിട്ട് വാ. മേഘ പേടിച്ച് വിറച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഓ ഈ തേങ്ങ ഞാൻ എടുത്തുകൊണ്ട് വന്നത് കാരണം മഹേന്ദ്രനും ലക്ഷ്മിയും നിന്നെക്കുറിച്ച് തെറ്റിദ്ധരിക്കുമെന്ന് കരുതിയിട്ടാണോ നീ ഇപ്പം ഇങ്ങനെ പറയുന്നത്? മനോഹരൻ ചോദിക്കുകയാണ്. അയ്യോ ദൈവമേ, ഞാനിതെങ്ങനെയാണ് ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? മേഘ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പം മനോഹരൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നും ചിന്തിക്കില്ല മേഘ അവർ. മേഘ ഞാനൊരു കാര്യം പറയട്ടെ, ഈ തേങ്ങ പൊട്ടിച്ച് ഇതിൻ്റെ അകത്ത് നിന്നും തേങ്ങയുടെ വെള്ളം കുടിച്ചതിന് ശേഷം ഈ തേങ്ങ ചെരുവി നല്ല ചമ്മന്തി ഉണ്ടാക്കി നല്ല ചൂട് കഞ്ഞിക്കൊപ്പം കുടിച്ചാൽ സൂപ്പറായിരിക്കും. അയ്യോ മാമ, ആദ്യം ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. ആദ്യം കൊണ്ടുപോയി ഈ തേങ്ങ തിരിച്ചവിടെ ചന്ദ്രികയുടെ വീട്ടിൽ വെച്ചിട്ട് വാ. ഈ തേങ്ങ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവനാണ് ആപത്ത്. അപ്പം മുത്തശ്ശിക്കും മനോഹരനും ഒന്നും മനസ്സിലാവുന്നില്ല, ഇവൾ എന്തിനാ ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നത് എന്ന്. പക്ഷെ മനോഹരൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാ മേഘ ഈ പറയുന്നത്? തേങ്ങ വീട്ടിലുണ്ടെങ്കിൽ ആപത്ത്, മരിക്കും, നിനക്കെന്താ വട്ടായോ? ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറഞ്ഞു തരാം. ഈ തേങ്ങ ഞാനിപ്പോൾ പൊട്ടിച്ചിട്ട് ഇതിലെ വെള്ളം നിനക്ക് കുടിക്കാൻ തരാം, നീ തന്നെ ഞെട്ടും, സൂപ്പർ വെള്ളമായിരിക്കും എന്നും പറഞ്ഞിട്ട് മനോഹരൻ തേങ്ങ ഉടക്കാൻ വേണ്ടി പോവുകയാണ്. മേഘയാണെങ്കിൽ അയാൾക്ക് പിന്നാലെ തന്നെ പോകുന്നുണ്ടായിരുന്നു. അയ്യോ മാമാ മാമാ എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ പോകുമ്പോഴേക്കും മനോഹരൻ വെട്ടുകത്തി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഉടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. മേഘ അങ്ങോട്ട് നിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഉടക്കാൻ നോക്കുമ്പോഴേക്കും മേഘ പിന്നിൽ പോയിട്ട് വീണ്ടും കാല് പിടിച്ച് പറയാണ്, മമ്മ 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 പ്ലീസ് 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 പൊട്ടിക്കലേ പൊട്ടിക്കലേ പൊട്ടിക്കലേ. അയ്യോ എൻ്റെ മേഘ നീ ഒന്ന് മാറി നിൽക്ക്, ഞാനിത് പൊട്ടിക്കട്ടെ എന്നും പറഞ്ഞിട്ട് മനോഹരൻ വീണ്ടും കത്തി മുകളിലേക്ക് കൊണ്ടുപോയതാ. അയ്യോ മാമ ഞാൻ പറയുന്ന കേൾക്ക്, അത് പൊട്ടിക്കല്ലേ, പറയുന്ന കേൾക്ക് കേൾക്ക് കേൾക്ക്. തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പൊട്ടിത്തെറിക്കും മാമ. എന്ത് നമ്മളെല്ലാവരും പൊട്ടിത്തെറിക്കുന്നോ? നീ എന്തൊക്കെയാ പറയുന്നത്? അതേ മാമ, ഈ തേങ്ങക്കുള്ളിൽ ബോംബുണ്ട്.
മേഘ ഷോക്കായിട്ട് പറയാണ്. പക്ഷേ അവർ രണ്ടുപേരും അത് കേട്ടിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്ക് ചേച്ചി, മഹേന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്ന തേങ്ങ പൊട്ടിക്കരുത്, അതിനകത്ത് ബോംബുണ്ടെന്ന് മേഘ. അതും പറഞ്ഞിട്ട് മനോഹരനും ചേച്ചിയും വീണ്ടും പൊട്ടിച്ചിരിച്ച് മേഘയെ കളിയാക്കുകയാണ്. അയ്യോ, പറയുന്നത് കേൾക്ക് മാമ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്ക്. നീ ഒന്ന് മാറി നിൽക്ക് മേഘ, ഞാനിതൊന്ന് പൊട്ടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മനോഹരൻ വീണ്ടും ശ്രമിക്കുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്ക്, ദയവ് ചെയ്ത് ആ തേങ്ങ ഒന്ന് കൊണ്ടുപോയി പുറത്ത് വെക്ക്. മേഘ വെപ്രാളത്തോടെയാണ് പറയുന്നത്. മേഘയുടെ വെപ്രാളം കണ്ടപ്പോൾ രണ്ടുപേരും സീരിയസ് ആയിട്ട് മേഘയെ നോക്കുകയാണ്. ഇവളെന്തോ ഒരുമാതിരി ഭ്രാന്തിയെ പോലെ സംസാരിക്കുന്നതെന്ന് വെച്ചിട്ട്. എന്താ മേഘ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അപ്പോൾ മേഘ വീണ്ടും വെപ്രാളത്തോടെയാണ് സംസാരിക്കുന്നത്. മുത്തശ്ശി, ഈ തേങ്ങക്കകത്ത് ടൈം ബോംബ് വെച്ചിരിക്കുകയാണ്. ഇനിയും വിശ്വാസമില്ലെങ്കിൽ ചെവിക്കടുത്ത് വെച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് മനോഹരൻ്റെ ചെവിയുടെ അടുത്തേക്ക് തേങ്ങ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അയാളത് ചെവിയുടെ അടുത്തേക്ക് വെച്ച സമയത്ത് അതിൽ നിന്നും ക്ലോക്കിൽ നിന്നും വരുന്നത് പോലെ ശബ്ദം വരുന്നുണ്ടായിരുന്നു. അയാൾ പക്ഷെ അപ്പോഴും അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ ചേച്ചിയോട് പറയാണ്, ചേച്ചി എന്തോ ഘടികാരത്തിലൊക്കെ ഉണ്ടാകുന്നത് പോലുള്ള ശബ്ദം കേൾക്കുകയാണ് ചേച്ചി. അത് കേട്ടപ്പോൾ മുത്തശ്ശിയും ചെറുതായിട്ടൊന്ന് പതറിയിട്ടുണ്ടായിരുന്നു. അപ്പം മേഘ പറയുന്നുണ്ട്, അയ്യോ അത് ഘടികാരമല്ല, അതിൻ്റെ അകത്തുള്ളത് ടൈം ബോംബാണ്. രണ്ടുപേരും ഒരുപോലെ ഞെട്ടിയിട്ട് നിൽക്കുകയാണ് മേഘ പറയുന്നത് കേട്ടിട്ട്. അപ്പം മേഘ ചെയ്ത കാര്യങ്ങളൊക്കെ അവരോട് ഏറ്റു പറയാണ്. ഇത് മഹേന്ദ്രൻ്റെ വീട്ടിൽ വെക്കാൻ വേണ്ടി ഞാനാണ് ഇത് ഉണ്ടാക്കിച്ചിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചത്. കുറച്ച് നേരത്തേക്ക് മനോഹരനാണെങ്കിൽ സ്റ്റക്കായിട്ടാണ് ഉണ്ടായിരുന്നത്. കാരണം തൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ബോംബാണെന്ന് അപ്പോഴാണ് അയാൾക്ക് തിരിച്ചറിവുണ്ടാകുന്നത്. പക്ഷേ ആ ഒരു ഷോക്കിലാണ് അയാൾ നിൽക്കുന്നത്. പക്ഷേ മുത്തശ്ശിയാണെങ്കിൽ മേഘയെ പൊതിരെ തല്ലുകയാണ്. എടി ദുഷ്ടേ, മഹാഭാബി, നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ കൊല്ലാനുള്ള മനസ്സുണ്ടായതെന്നൊക്കെ പറഞ്ഞിട്ടാണ് മേഘയെ തല്ലുന്നത്. അവളൊന്നും തിരിച്ച് പ്രതികരിക്കുന്നില്ല. അപ്പോഴേക്കും മനോഹരനാണെങ്കിൽ ഷോക്കിൽ നിന്നും വിട്ടിട്ട് കയ്യിലുണ്ടായിരുന്ന ബോംബ് ഇങ്ങനെ മാറ്റി എറിയാണ്. നേരെ പോയിട്ട് അത് മുത്തശ്ശിയുടെ കയ്യിലേക്കാണ് വീഴുന്നത്. അപ്പോഴേക്കും മുത്തശ്ശി ഷോക്കായിട്ടുണ്ടായിരുന്നു. കാരണം ബോംബ് കയ്യിൽ വീണതിൻ്റെ ആ ഒരു ആഘാതമാണ് അവർക്ക് രണ്ടുപേർക്കും. ചേച്ചി 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 ബോംബ് ബോംബ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇടുന്നത്. എടാ ദുഷ്ട, ഇതെന്തിനാണ് എൻ്റെ കയ്യിലേക്ക് ഇട്ട് തന്നത്? ചേച്ചിയും കരഞ്ഞോണ്ട് ചോദിക്കുകയാണ്. അത് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി കളയി ചേച്ചി, കയ്യിൽ തന്നെ പിടിച്ച് നിൽക്കുന്നത്. എടാ ദുഷ്ട, ഇതെൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാനാ? ആരെങ്കിലും രക്ഷിക്ക്, പാമ്പ് പാമ്പ്. അപ്പം മനോഹരൻ തിരുത്തി കൊടുക്കുകയാണ്, പാമ്പല്ല ചേച്ചി, ബോംബ്. അപ്പോഴാണ് അവർ വീണ്ടും മാറ്റി പറയുന്നത്, അയ്യോ ബോംബ് ബോംബ്. കയ്യിൽ അതും പിടിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കുകയാണ്. മേഘയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ രണ്ടുപേരെയും മാറി മാറി നോക്കി പതറിക്കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോഴേക്കും മഹേഷും അതുപോലെ അവൻ്റെ കൂട്ടുകാരൻ ആ ബോംബുണ്ടാക്കി അയാളും കൂടെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഓട്ടോയിൽ. രണ്ടുപേരും ഇറങ്ങിയതിന് ശേഷം മഹേന്ദ്രൻ്റെ വീട്ടിലേക്കാണ് മഹേഷ് നോക്കുന്നത്. എന്നിട്ട് കൂട്ടുകാരനോടായിട്ട് പറയുന്നുണ്ട്, എടാ ബോംബ് പൊട്ടാൻ ഇനിയും 5 മിനിറ്റ് കൂടിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിനക്ക് ആ ബോംബ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ അല്ലേ? ആ, എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ തേങ്ങ എവിടെയുള്ളതെന്ന് മേഘയ്ക്ക് മാത്രമേ അറിയുള്ളൂ. ശരി, നീ വാ എന്ന് പറഞ്ഞിട്ട് മേഘ താമസിക്കുന്ന വീട്ടിലേക്ക് അയാളെയും കൂട്ടിയിട്ട് മഹേഷ് ഓടുവാണ്. എന്നാൽ അവിടെ എത്തിയപ്പോൾ കാണുന്ന കാഴ്ച മുത്തശ്ശി തേങ്ങയും കൈ പിടിച്ചിട്ട് അയ്യോ ബോംബ് ബോംബ് എന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ്. ആരെങ്കിലും ഓടിവാ, രക്ഷിക്ക് രക്ഷിക്ക് എന്നൊക്കെ പറഞ്ഞാൽ നിലത്ത് വെക്കാൻ ഭയന്നിട്ടാണ് നിൽക്കുന്നത്. മേഘയ്ക്കും നല്ല പേടിയുണ്ടായിരുന്നു. ഏത് നിമിഷം അത് പൊട്ടിത്തെറിക്കുന്ന അവൾക്കും അറിയായിരുന്നു. അപ്പോഴേക്കും മഹേഷും അവൻ്റെ കൂട്ടുകാരനും അകത്തേക്ക് ഓടി വന്നിട്ടുണ്ട്. മഹേഷ് വേഗം തന്നെ വന്നിട്ട് മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കുകയാണ്. അമ്മ അമ്മ 1 മിനിറ്റ്. എന്നിട്ട് കൂട്ടുകാരന് കൊടുത്തുകൊണ്ട് ചോദിക്കുകയാണ്, എടാ ഇത് തന്നെയാണോ നോക്ക്. അയാളത് ചെവിയുടെ അടുത്തേക്ക് വെച്ചിട്ട് കൺഫേം ചെയ്യാണ്, ആ ഇത് തന്നെയാണ്. അത് ചെവിക്കടുത്ത് വെച്ച് നോക്കേണ്ട അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. കാരണം അത്രയേറെ പെർഫെക്ഷനോട് കൂടി ഒരു തേങ്ങയുടെ അതേ രൂപത്തിൽ തന്നെയാണ് അയാൾ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു തേങ്ങ മഹേഷിന് കൊടുത്തുകൊണ്ട് അയാൾ പറയുന്നുണ്ട്, ഈ തേങ്ങയുടെ അകത്താണ് ഞാൻ ടൈം ബോംബ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അത് കേട്ട് മേഘയും ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ എന്താണ് ചെയ്യുക? ഇവിടെ അടുത്തെവിടെയെങ്കിലും കിണറുണ്ടോ? മഹേഷ് അല്പനേരം ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, ആ കിണറുണ്ട്, എങ്കിൽ വാ നമുക്ക് അതിൽ കൊണ്ടുപോയി ഇടാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പുറത്തേക്ക് പോകുമ്പോൾ മനോഹരനും പറയുന്നുണ്ട്, പൊയ്ക്കോ പൊയ്ക്കോ വേഗം പൊയ്ക്കോ. അവർ രണ്ടുപേരും അതുകൊണ്ട് പോയപ്പോഴാണ് മുത്തശ്ശിക്കും മനോഹരനൊക്കെ സമാധാനമായത്. അതിനുശേഷം മേഘയോട് പറയുന്നുണ്ട് മുത്തശ്ശി, എടി ദുഷ്ടേ, എന്ത് കാര്യമാണ് നീ ചെയ്തു വെച്ചിരിക്കുന്നത്? അവർക്ക് തൻ്റെ കൺമുന്നിലുള്ള മേഘയെ വല്ലാത്ത പേടിയായിരുന്നു. അവർ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് നീ ഇങ്ങനെ ആയത്? താൻ ചെയ്തു വെച്ച ആ ഒരു കാര്യം അവർ രണ്ടുപേരും അറിഞ്ഞതിലുള്ളൊരു ഗിൽറ്റി ഫീൽ മേഘയ്ക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല തൻ്റെ ആ ഒരു പരിശ്രമം വിജയം കാണാതെ പോയതിലുള്ളൊരു സങ്കടവും. അപ്പോൾ മനോഹരനാണെങ്കിൽ മേഘയെ നോക്കിയിട്ട് അതിശയത്തോടു കൂടി നോക്കുകയാണ്, ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്തോ എന്നുള്ളൊരു അർത്ഥത്തിൽ. അപ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, കണ്ടോ ചേച്ചി, ചേച്ചിയുടെ കൊച്ചുമോള് പൂർണ്ണമായിട്ടും പ്രേതമായി. അതേസമയം മഹേഷും ആ ഒരു കൂട്ടുകാരനും കൂടി ബോംബും എടുത്തിട്ട് ഓടുവാണ്. ഒരുപാട് ദൂരം ഓടിയതിന് ശേഷമാണ് അവിടെ അടുത്തുണ്ടായിരുന്നൊരു പൊട്ടക്കിണർ അവർ രണ്ടുപേരും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മഹേഷ് അയാളോട് പറയുന്നുണ്ട് അത് ആ ബോംബ് അതിനകത്തേക്ക് ഇടാൻ വേണ്ടി. അയാളത് ഇട്ട ആ ഒരു നിമിഷം കൊണ്ട് തന്നെ അത് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു.
കറണ്ടിലായതുകൊണ്ട് കൂടുതലായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മഹേഷ് സമാധാനത്തോടെ പറയുന്നുണ്ട്, എന്തോ ഭാഗ്യം കൊണ്ടാണ്, ഇനി ഒരു നിമിഷം കൂടി വൈകിയിരുന്നെങ്കിൽ നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ അത് പൊട്ടിത്തെറിക്കുമായിരുന്നു. സമാധാനത്തോടു കൂടിയാണ് അവർ രണ്ടുപേരും തിരിച്ചു നടക്കുന്നത്. ആ സമയത്ത് മുത്തശ്ശി പേടിയോടുകൂടി മേഘയോട് പറയാണ്, നിന്നെ ഭയന്നിട്ട് ഓരോ നിമിഷവും ജീവിക്കേണ്ട ഗതികേടിലാണല്ലോ മേഘ. മേഘ മറുത്തൊരക്ഷരം പോലും പറയാതെ അവർ പറയുന്നത് കേട്ട് നിൽക്കുകയാണ്. ഇനി എന്തൊക്കെയാണോ ഇവള് മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരവരുടെ സങ്കടം ഇങ്ങനെ പരിതപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഏയ് മേഘ എന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ പിടിച്ച് വലിക്കുകയാണ്. എന്നിട്ട് മേഘയുടെ ചെകിട്ടത്ത് നോക്കിയിട്ട് രണ്ടടി നന്നായിട്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ മനോഹരന് ഒത്തിരി സന്തോഷമായി. അയാൾ മനസ്സിലിങ്ങനെ പിറുപിറുക്കാണ്, നന്നായിട്ട് പൊട്ടിച്ചു കൊടുക്ക്, അമ്മാതിരി കളിയാണ് അവൾ കളിച്ചു വെച്ചിരിക്കുന്നതെന്നൊക്കെ ചിന്തിക്കുകയാണ്. മേഘയാണെങ്കിൽ മഹേഷ് അങ്ങനെ തല്ലൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളിങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. പക്ഷേ മുത്തശ്ശിക്കും മനോഹരനും അത് ഒത്തിരി സന്തോഷമായി. കാരണം മേഘ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായിട്ടാണ് അവരത് കാണുന്നത്. ഇനിയും വേണമെങ്കിൽ രണ്ടെണ്ണം പൊട്ടിച്ചു കൊടുത്തോ, ഞങ്ങളെയൊക്കെ കൊല്ലാനാ നോക്കിയത്, ദുഷ്ട. മനോഹരൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. തല്ലിയതിനു ശേഷം മഹേഷ് പറയുന്നുണ്ട്, നീ ഇത്രയ്ക്കും തരംതാണവളായതുകൊണ്ടല്ലേ ചന്ദ്രികയും മലറിനെയും കൊല്ലാൻ വേണ്ടി ടൈം ബോംബ് സെറ്റ് ചെയ്തത്. മഹേഷ് കുറ്റപ്പെടുത്തിയിട്ടും മേഘ മറുത്തൊന്നും പറയാനാവാതെ നിൽക്കുകയാണ്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, ഒരു നിമിഷം, ഇപ്പം തന്നെ ഞാൻ മഹേന്ദ്രൻ സാറിൻ്റെ വീട്ടിൽ പോയിട്ട് എല്ലാവരോടും നിന്നെക്കുറിച്ച് ഞാൻ പറയാൻ പോവാണ്. അപ്പോഴാണ് മേഘയുടെ തനി സ്വരൂപം പുറത്തു വരുന്നത്. ശരി, പോയി പറയ്, നീയാണ് ടൈം ബോംബ് വെക്കാനുള്ള ഐഡിയ എനിക്ക് പറഞ്ഞു തന്നതെന്ന് ഞാനും എല്ലാവരോടും പറഞ്ഞോളാം. അത് കേട്ട സമയത്ത് മഹേഷും മുത്തശ്ശിയും മനോഹരനും ഒക്കെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം മഹേഷ് അല്ല അത് ചെയ്തതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷേ മേഘയുടെ ആ ഒരു കുബുദ്ധി പോകുന്ന രീതിയാണ് അവർ നോക്കുന്നത്. അവൾ ചെയ്ത തെറ്റവൾ മഹേഷിൻ്റെ പേരിലേക്ക് വച്ച് കെട്ടാനാണ് ശ്രമിക്കുന്നത്. എടി ദുഷ്ടേ, മുത്തശ്ശി പോലും അറിയാതെ മനസ്സിൽ വിളിച്ചു പോവാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.